ആരത്? ഹലോ, ആരത്? ഹലോ, ആരത്? ഹലോ, ആരത്? ഫൈനൽ പാർട്ടിലോട്ട് പോകുന്നതിന് മുൻപായിട്ട് ഇതുവരെ നടന്ന കാര്യങ്ങളൊക്കെ സിമ്പിളായിട്ട് ഞാൻ പെട്ടെന്ന് പറയാം. ഒരു 6-7 കിലോമീറ്റർ അബണ്ടറായിട്ട് കിടക്കുന്ന ഒരു ഒറ്റപ്പെട്ട സ്ഥലമാണിത്. ഈ ഒരു സ്ഥലത്തേക്ക് നടന്ന് രാത്രി ഞാൻ ഒറ്റയ്ക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വ്യക്തിയെ കണ്ടായിരുന്നു. അദ്ദേഹം വന്നിട്ട് ശ്മശാനത്തിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. ശവങ്ങളൊക്കെ വന്നിട്ട് കത്തിക്കുന്നതും അടക്കം ചെയ്യുന്ന ജോലി ചെയ്യുന്ന ഒരാളാണ്. ഇദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സ്ഥലത്ത് രക്തക്കാട്ടേരി എന്ന് പറയുന്ന വളരെ ക്രൂരമായിട്ടുള്ള ഒരു നെഗറ്റീവ് എനർജി ഉണ്ട്. ഈ രക്തക്കാട്ടേരി എന്ന് പറയുന്ന ഈ നെഗറ്റീവ് എനർജി ഈ ശ്മശാനത്തിൽ വന്നിട്ട് ഇവിടെ അടക്കം ചെയ്യുന്ന ഡെഡ് ബോഡികളുടെ രക്തങ്ങൾ കുടിക്കുമെന്നാണ് പറയുന്നത്. ഇത്രയും വലിയൊരു നെഗറ്റീവ് കാര്യങ്ങളും കൂടി ഞാൻ മൈൻഡിൽ ഏറ്റുകൊണ്ടാണ് ഈ ഒരു സ്ഥലത്തോട്ട് ഷൂട്ടിന് പോയത് തന്നെ. പോയി കഴിഞ്ഞപ്പോൾ എല്ലാ സ്ഥലത്തും നടക്കാറുള്ള പോലെ തന്നെ ചില ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഇവിടെ നടക്കുന്നതിൽ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരേ സമയം തന്നെ ആനിമലിന്റെ സൗണ്ട് കേൾക്കും, തൊട്ടപ്പുറത്ത് തന്നെ ഒരു മനുഷ്യന്റെ സൗണ്ട് കേൾക്കും. ആ മനുഷ്യന്റെ സൗണ്ട് വന്നിട്ട് ഒരു ആണിന്റെ സൗണ്ട് ആയിരിക്കും. കുറച്ച് കഴിയുമ്പോൾ തന്നെ ഒരു പെണ്ണിന്റെ സൗണ്ടും കേൾക്കും. എന്റെ ദൈവം തമ്പുരാനെ, അങ്ങനെ സൗണ്ടുകൾ മാറി മാറി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമായിരുന്നത്. ഇതിനെല്ലാം തരണം ചെയ്ത് വീഡിയോ എടുത്ത് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ആ ഒരു സംഭവം കണ്ടത്. ഞാൻ കൂരിരുട്ടിനുള്ളിൽ അർത്ഥ രൂപം താഴെ ഇരിക്കുന്നതായിട്ടാണ് ഞാൻ ഫസ്റ്റ് കണ്ടത്. ചില പനമരങ്ങളുടെ അടിയിൽ തന്നെ തീ കത്തുകയായിരുന്നു. ചെവി വരെ നമുക്ക് വന്നിട്ട് വേദന എടുക്കുന്ന രീതിയിലുള്ള ഭയങ്കര ക്രീപ്പി ആയിട്ടുള്ള ശബ്ദങ്ങൾ കേട്ടുകൊണ്ടേയിരുന്നു ആ സ്ഥലത്ത്. നമ്മളെ അവരെ ഫോളോ ചെയ്യുന്നത് പോലെയും ചില സമയത്ത് നമ്മളെ പുറകിന് ആരോ ഓടി വരുന്നത് പോലെയൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു ആ സ്ഥലത്ത്. what the fuck? അയ്യോ, what the fuck? എന്തുവാണത്? എക്സ്ട്രീം ക്യാപ്ചർ. ഇവിടുന്ന് സൗണ്ട് കേൾക്കുന്ന എന്തൊരു ക്യാപ്ചറാണത്? എന്റെ ദൈവം തമ്പുരാനെ. എക്സ്ട്രീം. ഓൾറെഡി വന്നിട്ട് ഞാൻ 2 പാർട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സീരീസിന്റെ. ആ സ്ഥലത്ത് 2 തവണ ആ രൂപത്തെ രക്തക്കാട്ടേരിയെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ക്യാമറയിൽ പകർത്തിയിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടു കാണും. കാണാത്തവർക്ക് താഴെ ലിങ്ക് കൊടുത്തിരിക്കാം, പോയി കണ്ടിട്ട് ഈ വീഡിയോ കാണുക. ഇതെല്ലാം ഉപരി വന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞ് ഓക്കെ, ഇനി വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളും കാണത്തില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നിട്ട് ലൈറ്റുകളെല്ലാം ഓഫ് ആക്കിയിട്ട് നൈറ്റ് വിഷൻ ക്യാമറ മാത്രം യൂസ് ചെയ്തുകൊണ്ട് ആ ഒരു സ്ഥലത്ത് കുറച്ച് സമയം സ്പെൻഡ് ചെയ്തത്. ആ സമയത്ത് അവിടെ സംഭവിച്ച കാര്യങ്ങളൊക്കെ പീക്കാണ്. അതാണ് ഇപ്പൊ നിങ്ങൾ കാണാൻ പോകുന്നത്. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമന്റ് സെക്ഷനിൽ പറയുക. എന്റെ ദൈവമേ, എന്തോടെ ഇരിക്കുന്ന അവിടെ ആ മരത്തിലവിടെ? എക്സ്ട്രീം. എന്റെ ഭഗവാനെ, എക്സ്ട്രീം ക്യാപ്ചർ. എന്തോടെ യേശു ക്രിസ്തു. ദൈവത്തിന് എന്തോടത്? ഇവിടെ നിന്ന് സൗണ്ട് കിട്ടും എനിക്കിപ്പോ. ഇവിടെ മാത്രം നനഞ്ഞിരിക്കുന്നേ. ഹലോ, ഹലോ. ഇവിടെ ഇപ്പൊ ഞാൻ വന്നത് ഏതാ വഴി? ഏതാ വഴി? ഇതിപ്പോ ആ റോഡ്, ആ ബിൽഡിംഗ് ഏതാ?
എൻ്റെ ദൈവം നമ്പരാണ്. ഏടത്ത് ഏതാണ് വഴി ഇപ്പോൾ പുറത്തു പോകാനായിട്ട്? കഴിച്ച് പുറത്ത് പോകുന്ന വഴിയും മനസ്സിലാവുന്നില്ല. ഇതുവഴി നടന്നു വന്നെന്ന് ഒരു ഐഡിയ കിട്ടുന്നില്ല. ഇതിനൊക്കെ അപ്പുറത്താവണം ഡൗട്ടുണ്ട് എനിക്ക്. ഇവിടെ നടക്കുന്നത് കണ്ടിട്ട് ഇതിലൂടെ ഒന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഹൈലി റിസ്ക് ആണ്. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യത്തില്ല. കാരണം ഇത് വേറൊരു ടൈപ്പ് ഒരു എനർജി, നെഗറ്റീവ് എനർജിയാണത്. ഞാൻ സംഭവം പറയട്ടെ, നിങ്ങൾ കണ്ടോണ്ട് എനിക്ക് അറിയത്തില്ല. അവിടെ വെച്ചിട്ടാണെങ്കിൽ ഒരു തീ മരത്തിനുണ്ടെ കൂടെ പറന്നു കണ്ടായിരുന്നു. മരത്തിന് ടോപ്പിൽ കൂടെ ഒരു തീ പോകുന്നുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടോന്ന് അറിയത്തില്ല, ഞാൻ കണ്ടുകൊണ്ട് കണ്ടത്. അത് കഴിഞ്ഞിട്ട് എനിക്കിവിടെ ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഇല്യൂഷൻ പോലെ എന്തോ സംതിങ് വേറെ ടൈപ്പൊക്കെ എനിക്ക് ഫീൽ ആവുന്നു. ഇവിടെ എനിക്ക് വേറെ എന്തൊക്കെയോ ഇങ്ങനെ എഴയുന്ന പോലെ, താഴെ കിടന്ന് എഴയുന്ന പോലെ എനിക്ക് ഫീൽ ആവുന്നുണ്ട്. എനിക്കിത് അതിൻ്റെ തോന്നലാണോ എനിക്ക് അറിയത്തില്ല. ബട്ട് എനിക്ക് ഈ സ്പോട്ടിൽ മാത്രമാണ് എനിക്കത് അങ്ങനെ ഫീൽ ആവുന്നത്. അതിന് ഇതിൻ്റെ കളിയാണോ എന്ന് എനിക്ക് അറിയത്തില്ല. ഇത് ഞാൻ വഴി കണ്ടുപിടിക്കട്ടെ. അതിന് മുന്നേ ഉണ്ടോ, ഞാൻ അപ്പുറത്തെ ഫസ്റ്റ് നിന്നത്. ഇപ്പുറത്ത് വന്നിപ്പോൾ ഇപ്പുറത്തൊന്നും തന്നെ ഇല്ല. അതേ ബിൽഡിങ്, ഇതാ ബിൽഡിങ്, ഇതാ വഴി. അപ്പം ഇതാ റോഡ്. ഗൈസ്, നമുക്കൊരു കാര്യം ചെയ്യാം. ഞാനേ ബാഗ് ഭയങ്കര വെയിറ്റാണ്. ഇതുകൊണ്ട് അവിടെ വച്ചിട്ട് നമുക്ക് നൈറ്റ് വിഷൻ ക്യാമറ വെച്ചിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്താലോ ഈ ഫുള്ള് കാട്. നടക്കുന്ന സൗണ്ട് നടക്കുന്ന സൗണ്ട് ആ ഗ്രൗണ്ടിൽ ശ്രദ്ധിച്ച് കേട്ട് നോക്കിയേ, നടക്കുന്ന സൗണ്ട്. എന്തോടപ്പം അതിൻ്റെ കാല്, ആ നടക്കുന്ന സൗണ്ടാണ് കേൾക്കുന്നത്. ഇത്ര ഹെവി ആയിട്ട് ആ ഗ്രൗണ്ടിൽ ആ കാല് വയ്ക്കുന്ന സൗണ്ടാണ് കേൾക്കുന്നത്. ഇപ്പോൾ ഓടി വരുന്നു. ഇങ്ങോട്ട് ഓടിപ്പോന്നാൽ ഇപ്പോൾ കേട്ടത് സൗണ്ട്. അങ്ങോട്ട് ഓടിപ്പോന്ന പോലെ. എൻ്റെ ദൈവമേ, എന്തോടെ ഇരിക്കുന്ന അവിടെ ആ മരത്തിനവിടെ എക്സ്ട്രീം. എൻ്റെ ഭഗവാന്, എക്സ്ട്രീം ക്യാപ്ചർ. എന്തോടെ തവള ഇരിക്കുന്നത്, തവള ഇരിക്കുന്ന പോലെ ഇരിക്കുന്നത്. തേണ്ട മരത്തിന് പുറത്ത് പോകുന്നുണ്ടോ? എന്തോടത് കേൾക്കുന്നു ഇവിടെ സൗണ്ട്. ഒരേ സമയത്ത് എൻ്റെ ദൈവമേ, തവള ഇരിക്കുന്ന പോലേക്ക് ഇരിക്കുന്ന തവള. ഇത് ഏതൊക്കെ ഷേപ്പിലോട്ടാണ് മാറുന്നത് നോക്കിക്കേ. നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ അത് ആരെങ്കിലും?
ഞാനിപ്പോൾ അവിടെ വീണ്ടും കണ്ടോ ഇരിക്കുന്നതായിട്ട്, അത് വീണ്ടും കണ്ടോ അവിടെ ഇരിക്കുന്നതായിട്ട്, എക്സ്ട്രീം. ഞാൻ വീണ്ടും കണ്ടോ അവിടെ ഇരിക്കുന്നതായിട്ട്. എൻ്റെ ദൈവമേ, ഞാൻ വീണ്ടും കണ്ടോടെ ഇരിക്കുന്നതായിട്ട്. എന്തോടത്? നിങ്ങൾക്ക് എന്താ വേണ്ടേ? നിങ്ങൾക്ക് എന്താ വേണ്ടേ? ചോരയാണ് നിങ്ങൾക്ക് വേണ്ടത്? എന്തോടത് പറയുന്നേ? അയ്യോ, എന്തോ ഇത് കേൾക്കുന്നേ? പൈസ സത്യം പറയാം, എക്സ്ട്രീം. ഇത് ഞാൻ എക്സ്ട്രീം വീണ്ടും പറഞ്ഞ് എനിക്ക് തന്നെ ഒരുമാതിരി ഇതായിട്ട് തോന്നുന്നുണ്ട്. പക്ഷേ വന്നിട്ട് ഇത് ഇവിടെ നിന്ന് അനുഭവിച്ചാൽ അത് കറക്റ്റ് മനസ്സിലാവത്തുള്ളൂ ഞാൻ പറഞ്ഞ കാര്യം എന്താണെന്നുള്ളത്. ഞാൻ സത്യം ഈ കാട്ടിക്കൂടെ ഓട് കണക്കുക, കാട്ടിക്കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നിട്ട് എന്നിട്ട് വഴി തെറ്റിക്കാൻ നോക്കുവാണോ അതോ എന്നെ ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ നോക്കുവാണോ ഒന്നും അറിയത്തില്ല. ഞാനത് അവിടുന്ന് പോയ സാധനം വന്നിട്ട് വീണ്ടും അത് വേറൊരു പൊസിഷനിൽ വന്ന് വീണ്ടും വേറൊരു തിരിക്കുന്നു. അത് ഞാൻ കണ്ടുകൊണ്ട് കണ്ടു. നിങ്ങളത് ക്യാപ്ചർ എനിക്ക് ഇതിൽ ക്യാപ്ചർ ആയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഉണ്ടെങ്കിൽ ഞാൻ റീപ്ലേ കാണിച്ചു കാണും. എന്തൊരു സൗണ്ട് ഇവിടുന്ന് കേൾക്കുന്നേ? കാട്ടിന് ചുറ്റും സൗണ്ട് കേൾക്കുന്നുണ്ട്. നമ്മളത് വഴി തെറ്റിപ്പിക്കാൻ നോക്കുവാണെങ്കിൽ ഒന്നും അറിയത്തില്ല. കേട്ടോ, എൻ്റെ പൊന്നോ, അതാണ് ഇത്. എന്തോടാ ചാവൂടാ മനുഷ്യന്മാരിത്. രണ്ട് എന്തോടാ സൗണ്ട് കേൾക്കുന്നേ? 3 പനമരം കണ്ടോ? കഴിച്ച് ഞാൻ കുറച്ച് നേരത്തേക്ക് സൈലൻ്റ് ആയിട്ടിരിക്കുക, ഞാൻ ഒന്നും മിണ്ടുന്നില്ല. നിങ്ങൾ ഈ ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ ഒന്ന് ഫീൽ ചെയ്ത്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഫീലിങ്സ് കറക്റ്റ് മനസ്സിലായി കാണുമായിരിക്കും. ഞാൻ ഇപ്പോൾ ഇവിടുന്ന് അനുഭവിക്കുന്നത് നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലായി കാണുമായിരിക്കും. കൈസ് ഇപ്പോൾ ഞാൻ എന്തായാലും വന്നിട്ട് ലാസ്റ്റ് ഒരു ട്രൈ കൂടെ ചെയ്യാൻ പോവാണ്. നൈറ്റ് ഷവർ അകത്തിരിപ്പുണ്ട്, അവന് ഫ്രണ്ട് ഇരിപ്പുണ്ട്, എൻട്രൻസോടെ ഇരിപ്പുണ്ട്. നൈറ്റ് ഷവർ എടുത്തുകൊണ്ട് വന്നിട്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. കാരണം ഇവിടുത്തെ മാക്സിമം ഈ ലൈറ്റൊന്നും ഒരിക്കലും തികയത്തില്ല. നൈറ്റ് ഷവർ കൊണ്ടുവന്നിട്ട് ഞാൻ ഒന്നും കൂടി പിച്ച് ബ്ലാക്കിൽ ഫുൾ ഇരുട്ടായിരിക്കും, വേറെ വഴിയില്ല, നിന്നേ പറ്റത്തുള്ളൂ. ലൈറ്റിൽ ഓഫ് ആക്കിയിട്ട് ഞാൻ ഇവിടെ നിന്ന് ട്രൈ ചെയ്യാൻ പോവാണ്. എന്ത് സംഭവിക്കാം ഇവിടുത്തെ ആക്ടിവിറ്റീസ് വെച്ചിട്ട് അത് എന്നിട്ട് അത് ഓടിക്കുകയാണ്, എന്നിട്ട് ഓടിപ്പിക്കുക. ഒരു സ്ഥലത്ത് നിർത്താത്ത എന്നെ ഇട്ടത് ഓടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഇപ്പോൾ നൈറ്റ് വിഷൻ ക്യാമറ ഇപ്പോൾ എന്തായിരിക്കും നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. ട്രൈ ചെയ്ത് നോക്കാം. എൻ്റെ പൊന്നു ദൈവമേ, നിൽക്കും ഞാൻ നൈറ്റ് ഷവർ ഇപ്പോൾ എടുത്ത് വരാം. നിങ്ങൾ ആരാണെന്നോ നിങ്ങൾക്ക് എന്താണെന്ന് എനിക്ക് ഒന്നും പിടിയിട്ടുന്നില്ല. ഞാൻ എന്തായാലും നൈറ്റ് വിഷൻ ക്യാമറ എടുത്ത് വരാൻ പോവാണ്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് നൈറ്റ് വിഷൻ ക്യാമറയുടെ ഫ്രണ്ട് വരാം. ഓക്കെ, പ്ലീസ്.
ഗൈസ് ഇപ്പം ഞാൻ വന്ന് ഫുൾ ഇരുട്ടിയിരിക്കുകയാണ്. നിങ്ങൾക്കിനെ കാണാൻ പറ്റും. ഞാൻ നൈറ്റ് വിഷൻ ക്യാമറ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. സിമ്പിളായിട്ട് ഒരു നൈറ്റ് വിഷൻ ക്യാമറ മാത്രമേ ഇപ്പോൾ ഉപയോഗിച്ചിട്ടുള്ളൂ. ഫുൾ ഇരുട്ടാണ് എൻ്റെ ചുറ്റും, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഇത് ചെയ്യുന്നത് മണ്ടത്തരമാണെന്ന് ചോദിച്ചാൽ 100-ൽ 200% മണ്ടത്തരമാണ് ഞാൻ ചെയ്യുന്നത്. ബട്ട് അവസാനമായിട്ട് ട്രൈ, കാരണം എനിക്ക് ലൈറ്റ് അടിക്കുമ്പോഴേ ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് എന്ത് പറയുക, ഇങ്ങ് ഒരു മണി കറുത്ത സാധനം ഇങ്ങനെ പൊങ്ങി നിൽപ്പുണ്ട്, നീണ്ട് ആകാശത്തോട്ട്. അതല്ലാതെ എനിക്കിവിടെ വേറെ ഒന്നും കാണാൻ പറ്റുന്നില്ല. എൻ്റെ പുറകിനൊക്കെ എന്തൊക്കെയോ നിൽക്കുന്ന പോലെ എനിക്ക് ഫീൽ ആവുന്നുണ്ട്. എന്നെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല, കാരണം ഞാൻ പിടിച്ചേക്കുന്നുണ്ട്. ഇതിന് ഡിസ്പ്ലേ ഒന്നുമില്ല. നമുക്കെന്തായാലും ഇത് വെച്ചിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. ഇത്രയും നേരം ഇവിടുന്ന് സൗണ്ട് ഉണ്ടാക്കിയില്ലായിരുന്നോ? നിങ്ങൾ എന്നെ ഒന്നും ചെയ്യരുത്, ഞാൻ നിങ്ങളെ ഉപദ്രവിക്കാൻ വേണ്ടി വന്നതല്ല ഇവിടെ. ഓക്കെ, ആരത്? കൈസിൻ്റെ അടുത്ത് ആരും നിപ്പുണ്ട്. ക്ലിയർ ആയിട്ട് സൗണ്ട് കേൾക്കുന്നുണ്ട് എനിക്ക്. എൻ്റെ അടുത്ത് ആരും നിപ്പുണ്ട്. എൻ്റെ തൊട്ടടുത്ത് തന്നെ ആരോ നിപ്പുണ്ട്. ഗൈസ്, അത് മനുഷ്യൻ്റെ സൗണ്ടിൽ ഇപ്പോൾ സംസാരിക്കുന്ന പോലെ കേൾക്കുന്നു എനിക്ക്. മനുഷ്യൻ്റെ സൗണ്ടിൽ അതിപ്പോൾ സംസാരിക്കുന്നതിൻ്റെ. നിങ്ങളാണോ അത് സംസാരിക്കുന്നേ? ഇരുട്ടത്തുമല്ല, ഓടി വല്ല മറ്റേ പുതയുന്ന കുഴിയിലാണ് വീഴായിരുന്നാ മതി. നിങ്ങൾ എന്തിനാ ഇങ്ങനെ പേടിപ്പിക്കാൻ നോക്കുന്നേ? നിങ്ങൾ ആരെയും പേടിപ്പിക്കാൻ നോക്കുന്നേ? നിങ്ങൾ എന്തിനാ ഇങ്ങനെ പേടിപ്പിക്കാൻ നോക്കുന്നേ? ആ പനമരം, എൻ്റെ ദൈവമേ, എന്തൂടത്? എന്തോ എക്സ്ട്രീം സൗണ്ട്. ഇപ്പൊ ലൈറ്റ് ഓഫ് ആക്കി കഴിയുമ്പോഴത്തേക്ക് എക്സ്ട്രീം സൗണ്ട് കേൾക്കുന്ന ഗൈസ്, എക്സ്ട്രീം സൗണ്ട്. ദൂരെ നിന്ന് ആരൊക്കെയോ സംസാരിക്കുന്നുണ്ട്. പെണ്ണുങ്ങളുടെ സൗണ്ട് കേൾക്കുന്നുണ്ട്, ആണുങ്ങളുടെ സൗണ്ട് കേൾക്കുന്നുണ്ട് സംസാരിക്കുമ്പോൾ. ഞാൻ ഈ ലൊക്കേഷൻ വന്നിട്ട് ചുറ്റി കാണിച്ചു തരാം. ഈ ഇരുട്ടത്ത് ലൊക്കേഷൻ നോക്കി. എൻ്റെ അമ്മോ, കാലെ കൂടി തട്ടുന്നു. എന്തോ ഒന്ന് കാണാൻ പോയി എനിക്ക്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ആരെയും സംസാരിക്കുന്നേ? ഇവിടെ എവിടെയാണ് ആ പനമരം ഉള്ളത്? ഈ പനമരത്തിന് അടുത്തങ്ങണ്ടായിരുന്നു. എന്റെ ദൈവമേ, ഈ രക്തക്കാട്ടി എന്ന് പറയുന്ന പെണ്ണാന്നാ കേട്ടേക്കുന്നത്. ഇന്ന് ആണിന്റെ സൗണ്ടൊക്കെ കേൾക്കുന്നേ. നിങ്ങളുടെ തന്നെ സൗണ്ട് മാറി രൂപം മാറി വരുന്നതാണോ ഇങ്ങനെ? നിങ്ങൾ സ്ഥലം നോക്കിക്കേ. എന്റെ ദൈവം തമ്പുരാനെ. ക്യാമറയുടെ ആംഗിൾ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. കാരണം ഇത് വന്നിട്ട് എനിക്ക് ഒന്നും കാണാൻ വയ്യ. ഞാൻ എൻ്റെ ഒരു ഞാനൊരു വ്യൂ പോയിന്റ് പിടിച്ചേക്കുവാണത്. എൻ്റെ ഒരു ഉദ്ദേശിച്ച് ഞാൻ തന്നെ ഒന്നും വരുന്നില്ല പറയാനായിട്ട്.
ഇവിടുന്ന് അവിടെ സൗണ്ട് കേൾക്കുന്നത്. അയ്യോ, ഈ ജോലി ചെയ്യുന്നതിന് പകരം എല്ലാം പോയി. ഇല്ല, ഒന്നും പറയുന്നില്ല ഞാൻ. ഈ ജോലിയൊക്കെ ചെയ്യുന്നതിനേക്കാളും ബെറ്റർ വേറെ വല്ല നാട്ടിലും പോയി, അല്ല അടിമ പണി ചെയ്യുന്ന ആർക്കെങ്കിലും പോയി. ഓരോ സെക്കൻഡ് നെഞ്ചിടിച്ച് നെഞ്ച് ചാവും മനുഷ്യൻ. അവിടെ എന്തോ നിപ്പുണ്ട് ഇരുട്ടത്. ഹലോ, ആരത്? ഹലോ, ആരത്? ഹലോ, ആരത്? ഇവിടെ നിപ്പുണ്ട്, എന്ത് നിപ്പുണ്ട് ഇവിടെ? വീട്ട് കണ്ട്. കാരണം ഈ ഒരു ഇരുട്ടിൻ്റെ ഉള്ളിൽ വന്നിട്ട് വേറെ ഒരു വെളിച്ചമുണ്ടെന്ന് അറിയത്തില്ല. ആ ഒരു വെളിച്ചത്തിലാണ് ഞാൻ ഇപ്പോൾ കണ്ടത്. മൈന്യൂട്ടായിട്ട് ഞാൻ കണ്ടത് എൻ്റെ കണ്ണ് കൊണ്ടിട്ട്. നിങ്ങളത് കണ്ടിട്ടുണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ വീട്ടിൽ പോയിട്ട് ഫുട്ടേജ് ചെക്ക് ചെയ്യാൻ എനിക്ക് അറിയത്തുള്ളൂ. അത് നടന്നു പോയതാണോ, അത് എങ്ങനെ പറന്നാണോ പോയത് എനിക്ക് അറിയത്തില്ല. ഒരുമാതിരി ഡിഫറൻ്റ് ആയിട്ട് അത് പോകുന്നത് കണ്ടിട്ട്, ഇൻ കേസ് അത് ഇത് ഈ ക്യാമറയിൽ ഇത് ക്യാപ്ചർ ആയിട്ടില്ലെങ്കിൽ ഞാൻ എടുത്ത എഫോർട്ട് വേസ്റ്റായി പോയി. ഞാൻ ഈ നൈറ്റ് വിഷൻ ക്യാമറ എടുത്തതിന് മെയിൻ കാരണമാണ്. ലൈറ്റ് ഓഫ് ആക്കിയിട്ട് ഇതുപോലെ എന്തെങ്കിലും കിട്ടും ഹെവി ആയിട്ട് ക്യാപ്ചറിങ് ഉറപ്പാണ് എനിക്കത്. കാരണം വെളിച്ചത്തിലേ അത്രയും കിട്ടിയിട്ടുണ്ടെങ്കിൽ നൈറ്റ് വിഷൻ ക്യാമറയിൽ കൺഫേം ആയിട്ട് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഈ ഇരുട്ടത്തും എന്തോ പാമ്പാണോ ഒന്നും അറിയാതെ ഞാൻ ഇരുട്ടത്ത് നിൽക്കുന്നതുകൊണ്ടാണ്. ദൈവം ഇത് കിട്ടി കാണണേ ഈ ക്യാപ്ചറിങ്. അപ്പോൾ ഞാനെന്തായാലും ഈ സ്ഥലം വിട്ടിട്ട് പോകാൻ പോവാണ്. കാരണം കുറേ നേരമായിട്ട് ഇവിടെ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ക്യാപ്ചർ ചെയ്തതാണ്. ഇനിയിപ്പോൾ നിൽക്കുന്നത് ആപത്താണെന്ന് എനിക്ക് തോന്നും. കാരണം ആപത്താന്ന് തോന്നുന്ന ഉപരി വന്നിട്ട് ഓൾമോസ്റ്റ് ഇപ്പോൾ സമയം വന്നിട്ട് ഒരു 5 മണിക്ക് അടുത്തായിട്ടുണ്ട്. 4-4:15 സമയം ഇപ്പം വെളുപ്പിനെ. എന്തോടത്? എന്തോടെ? യേശു ക്രിസ്തു! എൻ്റെ ദൈവമേ, ആരാടാ പോന്നെ? എന്ത് മേളോട്ടിരിക്കുന്നേ? ഈ മേളോട്ട് എന്തിരിക്കുന്നു പൊങ്ങി? കുരിശോ? ആരത്? ഹലോ, 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 കാണാനും പയ്യ ഇരുട്ടത്ത്. ഹലോ, ആരണ്ട് ഇപ്പോൾ പോയി ഇതുവഴി? ഒരുമാതിരി കുരിശ് ചുമന്നുകൊണ്ട് പോന്നു. എനിക്ക് അങ്ങനെയുണ്ട് ഫീലായത്. കാണാനും പയ്യ എവിടെ നിൽക്കുന്നതെന്നുള്ളത്. എവിടെയാണ് ഇത്? പോയോ ഇത്? ഈശ്വര, വലിയ സാധനം എന്തോ ഇങ്ങനെ എടുത്തോണ്ട് പോകുന്നു, ചുമന്നോണ്ട് പോകുന്ന പോലെ എന്തോന്ന് കണ്ടു ഞാൻ. എന്തോ അത് സത്യം പറയാം, ഇവിടെ എന്തോ വിയേഡായിട്ട് എന്തൊക്കെയോ നടക്കുന്നു ഇവിടെ. നമ്മളത് ഇല്യൂഷൻ പോലെ അങ്ങനെ നമ്മൾ ആക്കുന്നതാണോ? ഇപ്പൊ ഞാൻ ആരാ കണ്ടു ഇവിടെ വെച്ച്? ഒരുമാതിരി എന്തോ സാധനം ഇങ്ങനെ എടുത്തോണ്ട് പോകുന്ന പോലെ ഇപ്പൊ കണ്ടായിരുന്നു ഇവിടെ വെച്ച്. ആരാത്? എന്താ അത്? എന്ത് ഞാനിപ്പോ ഇവിടെ കണ്ടത് ഇപ്പോ? ഹലോ, ഞാൻ ഇരുട്ടത്തെന്തോ മിന്നാൻ പോലെ കണ്ട്. നിങ്ങൾ കണ്ടുവാണ് ഇപ്പോൾ റീപ്ലൈ കാണിച്ച്. ഇപ്പം ഞാൻ കണ്ടുവാണ് ഇപ്പം. ഒന്നും വിചാരിക്കരുത് ഞാൻ ഈ പറയുമ്പോഴത്തേക്ക് സ്റ്റക്ക് ആവുന്നുണ്ട്. കാരണം വന്നിട്ട് ഈ നിങ്ങൾക്കത് മനസ്സിലാവാതിരിക്കും എന്താ ഉദ്ദേശിക്കുന്നുള്ളത്. നമുക്ക് പെട്ടെന്ന് സംസാരിക്കാൻ കിട്ടത്തില്ല. നമുക്ക് വന്നിട്ട് വാക്കുകളൊന്നും ഒരുമാതിരി നമുക്ക് നാക്ക് ഉടക്കം കയറി. ഞാൻ എന്തോന്ന് കണ്ട് ഇവിടെ, എനിക്കത് ക്ലിയർ ആണ്. ഞാൻ എന്തോ വലിയൊരു സാധനം എന്തോ ഇങ്ങനെ ഹൈറ്റിൽ ഇങ്ങനെ മേളോട്ട് നിൽക്കുന്നത് കണ്ടു ഞാനിപ്പോൾ. പക്ഷെ അത് എന്തോ സംഭവം എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ നോക്കിയിട്ടേക്ക് അത് കാണുന്നില്ല, എൻ്റെ കണ്ണി പെട്ടില്ലത്. നൈറ്റ് വിഷൻ ക്യാമറ കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല. കിട്ടി കാണുന്നത് ദൈവമേ. എന്തായാലും നമുക്ക് ഇവിടുന്ന് ഇപ്പോൾ പോവാം. ഗൈസ് ആണെങ്കിൽ ഞാൻ എന്തായാലും വീഡിയോ നിർത്താൻ പോവാണ്. ഷോർട്ടായിട്ട് പറഞ്ഞുതരാം. സംഭവം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ലാസ്റ്റ് വന്നിട്ട് എൻ്റെ ചുറ്റും വന്നിട്ട് ഭയങ്കര ഹെവി ആയിട്ട് സൗണ്ട് കിട്ടി എനിക്ക്. ഞാൻ അവിടുന്ന് ഹെവി ആയിട്ട് ഓടി അവിടുന്ന് എനിക്ക്. കാരണം എനിക്ക് രണ്ടും കൽപ്പിച്ച് ഓടി വരും. കാരണം എൻ്റെ രണ്ട് സൈഡിൽ നിന്നും എന്തോ ഒരു ഹെവി സൗണ്ട് എൻ്റെ അടുത്തോട്ട് ഭയങ്കര ഹാർഷായിട്ട് വരുന്നുണ്ടായിരുന്നു എനിക്ക്. എൻ്റെ അടുത്തോട്ട് എന്തോ ഒരു സംഭവം കയറി വരുന്ന പോലെ തന്നെ. ഞാൻ അതുകൊണ്ട് തന്നെ അവിടുന്ന് കല്ലോ കമ്പോ എന്തോ ആയിക്കോട്ടെ വലിച്ചിട്ട് ഓടിയാണ് അവിടുന്ന്. ഓടിക്കൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ തന്നെ പെട്ടെന്ന് നൈറ്റ് വിഷൻ ക്യാമറ എന്നൊരു സൗണ്ട് കറക്കുന്ന സൗണ്ട് നോക്കിയപ്പോൾ നൈറ്റ് വിഷൻ ക്യാമറ ഓഫായിപ്പോയി. നൈറ്റ് വിഷൻ കംപ്ലീറ്റ് ഓഫായിപ്പോയി. ഞാൻ ഇവിടുന്ന് ഓടി വന്ന് അവസാനം വന്നിട്ട് ബാഗ് ഇവിടെ കിടപ്പുണ്ടായിരുന്നു. ബാഗ് എടുത്തിട്ട്
ഞാൻ റോഡിലോട്ട് കയറാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ ലൈറ്റ് ഷവർ വർക്ക് ആവുന്നില്ല, അതുപോലെ ആയിപ്പോയി. സോ ഗൈസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്ഥലത്ത് രക്തക്കാട്ടേരി എന്ന് പറയുന്ന എന്തോ ഒരു എനർജി സൗണ്ട് കേൾക്കുന്നുണ്ട്. എന്തോ സംതിങ് എനർജി അവിടെ ഉണ്ട്. അതാണ് ഞാൻ ഇപ്പോൾ എക്സ്പ്ലോർ എക്സ്പ്ലോർ ചെയ്തത്. നിങ്ങൾ കണ്ടു കാണും. ഞാൻ കുറേ സംഭവത്തെ ക്യാപ്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കിട്ടിയിട്ടുണ്ടോ ഒന്നും എനിക്കറിയത്തില്ല. ഞാൻ ഇതുപോലെ റൂമിൽ പോയിട്ട് എല്ലാം ചെക്ക് ചെയ്യട്ടെ. ഓക്കെ, എന്തായാലും ഗൈസ് വന്നിട്ട് വീഡിയോ ഇടുക നിർത്തുവാണ്. ഇത്ര നേരം വീഡിയോ കണ്ടതിന് താങ്ക്സ്. ബട്ട് വന്നിട്ട് വീഡിയോ നിങ്ങൾ മാക്സിമം ലൈക്ക് ചെയ്യുക, എല്ലാവർക്കും ഷെയർ കൊടുക്കുക. മസ്റ്റായിട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് സെക്ഷനിൽ പറയുക. രക്തക്കാട്ടേരി എങ്ങനെ ഉണ്ടായിരുന്നെന്നും അതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ്, നിങ്ങൾക്ക് ഉണ്ടായ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു, കണ്ടപ്പം നിങ്ങൾക്ക് ഉണ്ടായ എക്സ്പീരിയൻസ് അതും കൂടി താഴെ പറയുക, കമൻറ്റ് സെക്ഷനിൽ ഇടുക. ഞാൻ എന്തായാലും ആ ലൊക്കേഷനിൽ നിന്ന് വന്നിട്ട് കുറച്ച് ദൂരം മാറിയാണ് നിൽക്കുന്നത്. ബട്ട് എന്നാലും ഇവിടെ ആ ആക്ടിവിറ്റി നടക്കുന്നുണ്ട്. ആ പുള്ളിക്കാരൻ പറഞ്ഞ പോലെ തന്നെ ശ്മശാനത്തിന് ഇവിടുന്ന് ഒരു 4 കിലോമീറ്റർ ഉണ്ട് ആ ശ്മശാനത്തിലോട്ട്. സോ അവിടെ തൊട്ട് തന്നെ മൈൽഡായിട്ട് ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. എനിക്കറിയില്ല, ബട്ട് ഇപ്പോൾ അതെനിക്ക് ഫീൽ ആവുന്നുണ്ട്. എനിക്കിത് ഇപ്പോഴും സംതിങ് എന്തോ സൗണ്ട് ഞങ്ങൾ കേൾക്കുന്നുണ്ട്. ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. ഞാൻ വീഡിയോ വന്നിട്ട് സ്റ്റോപ്പ് ചെയ്യുവാണ്. ബൈ ഗൈസ്.